ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു സ്റ്റോറി ആയിട്ടാണ്. തുടങ്ങാം. 12ാം ക്ലാസ് പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് നാട്ടിലെ ട്യൂഷൻ സെൻറ്ററുകളിൽ നൈറ്റ് ക്ലാസ് തുടങ്ങും. ഞാൻ പഠിക്കാൻ വല്ല മോശമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്യൂഷനൊന്നും പോയിട്ടില്ല. എന്നെ അനിയത്തിയെയും അമ്മ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി അമ്മ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ 12ാം ക്ലാസ് ആയപ്പോൾ നാട്ടിലെ 2 പ്രമുഖ ട്യൂഷൻ സെൻറ്ററുകാർ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ഞാൻ പഠിക്കാൻ മിടുക്കനാണല്ലോ. പിന്നെ നാട്ടിൽ നല്ല പേരുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനും. നാട്ടിൽ എന്ത് കാര്യത്തിനും അച്ഛൻ മുന്നിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും അച്ഛനെ നല്ല ബഹുമാനമായിരുന്നു. ബാബു അണ്ണൻ്റെ മോൻ പഠിച്ച ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ് അടുത്ത അധ്യയന വർഷത്തെ പിള്ളേരെ വെക്കേഷൻ ക്ലാസ്സിൽ എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അച്ഛൻ അവരെ പിണക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് വീടിനടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ അനിയത്തിയെയും കവലയ്ക്കപ്പുറമുള്ള ട്യൂഷനിൽ എന്നെയും ചേർത്തു. നിങ്ങൾക്ക് എന്താ മനുഷ്യ, നിങ്ങളുടെ രാഷ്ട്രീയം പിള്ളേരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എന്തിനാ? അവരിവിടെ ഇരുന്ന് നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ ജനിച്ചത് മുതൽ അവരെ ഒരുമിച്ചല്ലേ നമ്മൾ നോക്കിയിരുന്നത്? അത് തന്നെ, അവരെപ്പോഴും ഒരുമിച്ചല്ലേ. അവൾക്കാണെങ്കിൽ അവനില്ലാതെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിൽ പോകാൻ പോലും പറ്റില്ലെന്ന അവസ്ഥയാ. ഇങ്ങനെ പോയാൽ അവൾ എങ്ങനെയാ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത്? പിന്നെ ബൈ ഇലക്ഷൻ അല്ലേ വരുന്നത്. ഓരോ ആവശ്യത്തിന് പാർട്ടിക്കാരൊക്കെ എങ്ങോട്ട് വരാം. അതിനിടയിൽ അവർക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. അമ്മയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അച്ഛൻ ഞങ്ങളെ 2 ട്യൂഷനിലാക്കി. ഞാൻ അനിയത്തി എന്ന് പറഞ്ഞെങ്കിലും അവളും ഞാനും ഒരു ദിവസമാണ് ഈ ലോകത്ത് ജനിച്ചു വീണത്. അതെ, ഞങ്ങൾ ട്വിൻസാണ്. പക്ഷെ എന്നെ അവളെയും കണ്ടാൽ ട്വിൻസ് എന്ന് പറയില്ല. ഞാൻ കുറച്ച് ഇരുനിറവായിട്ട് അച്ഛനെ പോലെയും അവൾ അമ്മയെപ്പോലെ സുന്ദരിയുമായിരുന്നു. പിന്നെ ഞങ്ങൾ സാധാരണ ഇരട്ടകളല്ല, മെറ്റേർണൽ ട്വിൻസാണ്. ഞാൻ അമ്മയുടെ വയറ്റിൽ താമസമാക്കി 3 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾ അവിടേക്ക് വന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അച്ഛൻ്റെ പ്രസംഗവും ചുറുചുറുക്കും കണ്ട് നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളായ അമ്മ അച്ഛൻ്റെ ഫാനായി അച്ഛനോടൊപ്പം കോളേജ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി. പിന്നെ അവരൊരുമിച്ചായിരുന്നു യാത്ര. ഇതിനിടയ്ക്ക് അവർ ഒരുമിച്ചൊരു സ്ഥലത്ത് തങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ജനിക്കാനിടയായ സംഭവം നടക്കുന്നത്. പിന്നെ അമ്മ തന്നെ മുൻകൈയെടുത്താണ് അച്ഛൻ്റെ അമ്മയുടെയും രജിസ്റ്റർ മാരേജ് നടത്തിയത്. കല്യാണത്തിന് മുമ്പ് തന്നെ തൻ്റെ എല്ലാം അച്ഛന് കാഴ്ചവെച്ച പേടിയിലും വീട്ടിൽ നിന്നുള്ള എതിർപ്പിൻ്റെ ടെൻഷനിലും അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ വയറ്റിൽ കയറിക്കൂടിയത് അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ പാർട്ടിക്കാരിടപെട്ട് കല്യാണം നടന്ന ആശ്വാസത്തിൽ അവരാദ്യ രാത്രി കെങ്കേമോ ആക്കി. അപ്പോൾ എനിക്ക് കൂട്ടായി അവളും ആ ഗർഭപാത്രത്തിൽ വന്നു. പക്ഷേ ജനിച്ചു കഴിഞ്ഞ് 3 മാസം എനിക്ക് അവളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. കാരണം ജനിച്ച സമയത്ത് അവൾക്ക് മതിയായ വളർച്ചയില്ലായിരുന്നു. എൻ്റെ കൂടെ അവൾ ഈ ലോകത്തേക്ക് വരികയായിരുന്നു. ഇൻക്യുബേറ്ററിൽ നിന്ന് അവളെ അമ്മയുടെ അടുത്ത് കിടത്തിയത് മുതൽ പിന്നെ എന്നും ഞാനും അവൾ ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അവളും ഞാനും കുറച്ച് മണിക്കൂറത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും അവൾ പെൺകുട്ടികളുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിയർപ്പുമുട്ടലായിരുന്നു. അച്ഛൻ്റെ തീരുമാനത്തിന് എതിര് പറയാൻ പറ്റാതെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളൊരു 1/2 കിലോമീറ്റർ അകലെ മാറി. ഒരു ദിവസം നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഞാൻ കണ്ടത് കവലയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തെ ആയിരുന്നു. അച്ഛൻ്റെ ചോരത്തിളപ്പുണ്ടായിരുന്ന ഞാൻ അതെന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ഉള്ളിൽ കയറി. ആ കാഴ്ച കണ്ട് ഞാൻ മരവിച്ചു പോയി. ശരീരമാസകലം വെട്ടേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അച്ഛൻ. ആ കാഴ്ച കണ്ടതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റം വന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മ ആകെ തളർന്ന മട്ടായിരുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ചുമലിൽ വന്നു. പഠിക്കാൻ പോകാതെയായി. ചെറിയ ജോലികളെല്ലാം ചെയ്തു. എന്നാൽ കഴിയുന്ന വിധം ഞാൻ എൻ്റെ കുടുംബം നോക്കി. പിന്നെ പാർട്ടിക്കാരൻ സഹായിച്ചു. അച്ഛനെ കൊന്നെന്നും പറഞ്ഞ് പോലീസ് പിടിച്ച ആളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
പക്ഷേ എനിക്ക് പകരം ആശാൻ അയാളെ കൊന്നു, അതും എൻ്റെ കൺമുന്നിൽ വെച്ച്. പിന്നെ എനിക്ക് ആശാനോട് ആരാധനയായി. ആശാൻ പറയുന്നത് എന്തും ചെയ്യുമെന്ന മട്ടായി. പതിയെ ഞാനൊരു പാർട്ടി ഗുണ്ടയായി മാറി. ആശാൻ തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. കൊലക്കേസൊക്കെ വന്നാൽ കുറച്ച് നാൾ ഒളിവിൽ പോകേണ്ടി വരും. ആ സമയത്ത് ആശാൻ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന കൊണ്ട് ഞാൻ അയാളെ അങ്ങ് അന്ധമായി വിശ്വസിച്ചു. പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് ആശാനെ കുറ്റപ്പെടുത്തിയ ഒരു പാർട്ടി പ്രവർത്തകനെ ഞാൻ പാർട്ടി ഓഫീസിലിട്ട് തല്ലി. അത് വലിയ പ്രശ്നമായി മാറി. പാർട്ടിക്കുള്ളിൽ തന്നെ എനിക്ക് പ്രത്യക്ഷത്തിൽ ശത്രുക്കളുണ്ടായി. ഇതിനിടയ്ക്ക് ഞാനും അനിയത്തിയും വല്ലാതകന്നു. ഞാൻ അടിപിടി കേസുകളിൽ റിമാൻഡിലാകുമ്പോഴെല്ലാം അവൾ എന്നെ വന്ന് കാണുമായിരുന്നു. എനിക്ക് അവൾ അവിടെ വരുന്നത് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ അവോയ്ഡ് ചെയ്തു. എങ്കിലും ഞാൻ വീട്ടിൽ വരുമ്പോൾ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഇതൊക്കെ നിർത്താൻ പറയുമായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വരാനാകാത്ത വിധം കുരുക്കുകളിൽ ചെന്ന് ചാടിയിരുന്നു. ഒരു ദിവസം എന്നെ കണ്ട് ഓടി വന്ന അവളെ ഞാൻ വലിയ വായിൽ ചീത്ത പറഞ്ഞു. പിന്നെ അവൾ എന്നോട് മിണ്ടുന്നത് പോലും കുറഞ്ഞു. ഒരിക്കൽ കവലയിൽ വെച്ച് അവളെ ശല്യം ചെയ്തൊരു പൂവാലനെ ഞാൻ തല്ലി അവശനാക്കി. ഇനി എൻ്റെ അനിയത്തിയുടെ പിറകെ നടക്കുന്നവരെ ഞാൻ കൊല്ലും. ഞാൻ കവലയിൽ വെച്ച് കൊലവിളി നടത്തി. അതിനുശേഷം അവൾ എന്നോട് മിണ്ടിയിട്ടേയില്ല. ഒരു ദിവസം രാത്രി ഞാൻ ചാത്തൻ കുന്നിലിരുന്ന് മദ്യപിക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്കാരൻ വന്ന് പറഞ്ഞു, "ഡാ, നിന്നോട് അത്യാവശ്യമായിട്ട് പാർട്ടി ഓഫീസിൽ ചെല്ലാൻ ആശാൻ പറഞ്ഞു." "ആശാൻ എന്നോട് പാർട്ടി ഓഫീസിൽ കയറണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്." "ആ, അതറിയില്ല. നിന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു." ഞാൻ അയാളുടെ കൂടെ പാർട്ടി ഓഫീസിൽ ചെല്ലുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ പുറത്തൊരു കുഞ്ഞുപോലുമില്ല. ഇലക്ഷൻ അടുക്കാറായിരുന്ന സമയമായിരുന്നു. എനിക്കെന്തോ പന്തികേട് തോന്നി. പാർട്ടി ഓഫീസിനുള്ളിൽ മുതിർന്ന ചില നേതാക്കൾ മാത്രമുണ്ട്. "ആശാൻ എവിടെ?" അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു. "മുകളിൽ കോൺഫറൻസ് ഹാളിലുണ്ട്." ഞാൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ചെന്നു. ആശാൻ ഹാളിന് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. "ഹാ, നീ വന്നോ?" എന്നെയും കൊണ്ട് ആശാൻ ഹാളിനുള്ളിലേക്ക് കയറി. അവിടെ ഞാനുമായി പ്രശ്നമുണ്ടായ പാർട്ടി നേതാവ് മരിച്ചു കിടപ്പുണ്ട്. "ഡാ, ഇലക്ഷൻ സമയമാണ്. ആ സമയത്ത് സ്ഥാനാർത്ഥിയാകാൻ ചാൻസ് ഉണ്ടെന്ന് പുറത്തറിയാവുന്ന ഒരാൾ പാർട്ടി ഓഫീസിൽ കൊല്ലപ്പെട്ടെന്ന് പുറത്തറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് നിനക്കറിയാലോ. നീ ഇതിവിടെ നിന്ന് മാറ്റണം. വളരെ ശ്രദ്ധിച്ചു വേണം. അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി പരസ്യമായി സഹായിക്കില്ല." "ആശാനെ, ഇവന് നല്ല ജനപിന്തുണ ഉള്ളതാണ്. ഇവനുമായി ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് വധഭീഷണി ഉള്ളതാ. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്ത എൻ്റെ അമ്മയും അനിയത്തിയും അവർക്ക് വേറെ ആരുമില്ല." "ഡാ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവർ നിൻ്റെ അമ്മയും അനിയത്തിയും മാത്രമല്ലല്ലോ, എൻ്റെ ബാബുവിൻ്റെ ഭാര്യയും മകളുമല്ലേ. നീ വിഷമിക്കാതിരിക്കുക. എനിക്ക് വേറെ വഴിയില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നമുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ചെയ്താലും ഇല്ലെങ്കിലും നിന്നെ ആയിരിക്കും എല്ലാവർക്കും സംശയം. ഡാ, ഞാനുണ്ടടാ. നീ ഇത് ചെയ്യണം." ആശാൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. പിന്നെ അപ്പോഴത്തെ മദ്യലഹരിയിൽ ഞാനത് സമ്മതിച്ചു. പക്ഷെ അതൊരു വലിയ ചതിയായിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ബോഡി മാറ്റുമ്പോൾ അവരെനിക്കെതിരെ തെളിവുണ്ടാക്കി പോലീസിനൊറ്റി. ഒരു പാർട്ടി നേതാവിൻ്റെ മിസ്സിങ് പാർട്ടിക്ക് വലിയ പ്രഷർ ഉണ്ടാകാതെ ഇരിക്കാൻ അവർ ഞാൻ ബോഡി മറവ് ചെയ്ത സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തു. എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. നാട് മുഴുവൻ എനിക്കെതിരായി. ഇത്രയും നാൾ ഞാൻ എന്ത് ചെയ്താലും പാർട്ടി സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടുകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് അവരെൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി. അമ്മയ്ക്കിത് താങ്ങാവുന്നതിലപ്പുറത്തായിരുന്നു. അമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. എനിക്ക് അവസാനമായി അമ്മയൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അമ്മയ്ക്ക് അച്ഛനടുത്ത് തന്നെ അവർ ചിത ഒരുക്കി. എൻ്റെ അനിയത്തി തന്നെയായിരുന്നു കർമ്മങ്ങളൊക്കെ ചെയ്തത്. അമ്മയുടെ മരണമറിഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്നതും കാത്ത് പാർട്ടിക്കാരും പോലീസും 2 ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ആളുകൾ അധികം ഇല്ലാത്തൊരു രാത്രിയിൽ ഞാൻ എൻ്റെ സ്വന്തം വീടിൻ്റെ മതിൽ ചാടി അമ്മയുടെ കത്തിത്തീർന്ന ചിതയ്ക്കരികിൽ കിടന്ന് കരഞ്ഞു. "ഇവിടെ കിടന്ന് കരയാതെ ജീവനും കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോകൂ." എൻ്റെ അനിയത്തിയായിരുന്നു. "ഡീ,
ഞാൻ എന്ത് ചെയ്തിട്ടാ? സ്വന്തം അമ്മയും കൂടപ്പിറപ്പിനെയും മറന്നിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടല്ലേ? ഡീ, അച്ഛൻ്റെ മരണശേഷം അവരല്ലേ നമ്മളെ സഹായിച്ചത്? എന്ത് സഹായം? ഡാ, ഓടി വാടാ, അവൻ ദാ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് പറമ്പിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടിത്തെറിച്ച് നിന്നപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. വീട്ടിൽ കയറി ഉടനെ അവൾ കതകടച്ച് കുറ്റിയിട്ടു. ഡീ, നീ കതക് തുറക്ക്, ഞാൻ പോട്ടെ. അവർക്ക് എന്നെയാ വേണ്ടത്. ഇനി ഞാൻ അവിടെ നിന്നാ നിനക്കും ആപത്താ. എന്തൊക്കെയായാലും നീ എൻ്റെ കൂടപ്പിറപ്പാ. എൻ്റെ കൺമുൻപിൽ വെച്ച് അവർ നിന്നെ ഒന്നും ചെയ്യില്ല. അവൾ വല്ലാത്തൊരു ഭാവമാറ്റത്തിൽ അത് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് വലിയൊരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്നു. തുറക്കടാ കതക്. വീടിന് 4 വശത്തുമുള്ള കതകിലും ജനലുകളിലും മുട്ടാൻ തുടങ്ങി. അവർ വീട് വളഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഭയമായി. എന്നെ അവർ കൊല്ലുമെന്ന് കരുതിയില്ല. എന്നെ കൊല്ലാൻ വരുന്നവർ എൻ്റെ അനിയത്തി എന്തെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു എന്നെ അലട്ടിയത്. പക്ഷെ അവൾ ഒരു കൈ എൻ്റെ കയ്യിലും മറുകൈയിൽ വെട്ടുകത്തിയുമായി കതകിന് നേരെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാരോ കതക് ചവിട്ടി തുറന്നു. ആദ്യം വാതിൽ കടന്ന് വന്നവനെ അവൾ കാല് പൊക്കി ചവിട്ടി വീഴ്ത്തി. പെട്ടെന്ന് ധൈര്യം സംഭവിച്ചു. പിന്നാലെ വന്നവനെ ഞാൻ പിടിച്ചു മാറ്റുമ്പോൾ എന്നെ ചവിട്ടാൻ വന്നവൻ്റെ കാലവൾ വെട്ടി. വിട്ടുകൊണ്ടവൻ നിലത്തിരുന്നപ്പോൾ അവൾ അവൻ്റെ കഴുത്തിൽ വെട്ടി. മോളെ! അവൻ തറയിൽ കിടന്ന് പിടഞ്ഞു. പിറകിൽ വന്നവരെല്ലാം പകച്ചു നിന്നു. അത് ആശാൻ്റെ മകനായിരുന്നു. വേറൊരുത്തൻ നിലത്ത് കിടന്ന് പിടഞ്ഞ ആശാൻ്റെ മകനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അവൻ്റെ പിടച്ചിൽ നിന്നിരുന്നു. കലങ്ങിയ കണ്ണുകളുമായി അവൻ ഞങ്ങളെ നോക്കി മറ്റുള്ളവരോട് പറഞ്ഞു, കൊല്ലടാ രണ്ടിനെയും. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ആ വെട്ടുകത്തി വാങ്ങി ഞങ്ങൾക്ക് നേരെ വന്നവരെയൊക്കെ വെട്ടി. എന്നിട്ട് അവളെയും കൊണ്ട് പുറത്തേക്ക് ഓടി. വീടിന് പുറകുവശത്ത് റെയിൽവേ ട്രാക്കാണ്. ഞാൻ അവളെയും കൊണ്ട് മതിൽ ചാടി ട്രാക്കിൽ കൂടെ ഓടി. പിറകെ അവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ആകെ വെളിച്ചം പരന്നു. വൈകി വന്ന ഏതോ ട്രെയിനായിരുന്നു അത്. സെൻട്രൽ ട്രാക്കിൽ കൂടെ വന്ന ആ ട്രയൽ അടുത്ത സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്തതാകും. ഏതോ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാക്ക് മാറ്റി സ്പീഡിൽ പോകൂ. ഞാൻ പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞോടി. കയ്യിലിരുന്ന കത്തി ഞങ്ങൾ നേരെ ഓടി വന്നവന് നേരെ എറിഞ്ഞ ശേഷം അനിയത്തിയെ ഞാൻ ട്രെയിനിലെടുത്ത് കയറ്റി. അപ്പോഴേക്കും കുറച്ചു പേര് ഞങ്ങളുടെ അടുത്തെത്തിയിരുന്നു. ഞാൻ അവരോട് മല്ലിടുമ്പോൾ ട്രെയിനിൽ നിന്നുകൊണ്ട് അവൾ എൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് എന്നെ ട്രെയിനിൽ കയറ്റി. പക്ഷെ അപ്പോഴും ട്രെയിനിന് സ്പീഡ് കൂടിയില്ലായിരുന്നു. നിൽക്ക്, നീ അകത്തേക്ക് കയറ്, ഞാൻ വരാം. പക്ഷെ അവൾ അവിടെ തന്നെ നിന്നു. ഞാൻ ട്രെയിനിൽ നിന്ന് ചാടി ഉടുത്തിരുന്ന മുണ്ടൊരിഞ്ഞ് ട്രാക്കിലെ ചരലിലിട്ട് 2 കൈകൊണ്ടും കുറേ പാറക്കല്ലുകൾ മുണ്ടിലിട്ട് ഒരു ഭാണ്ഡക്കെട്ട് പോലെ പാറക്കല്ലുമായി ഞാൻ ട്രെയിനിൽ തിരിച്ചു കയറി. കല്ല് നിറച്ച മുണ്ട് ഞാൻ ട്രെയിനിലെ ടോയ്ലറ്റിൻ്റെ ഇടയിലേക്ക് വിരിച്ചു. അപ്പോൾ അവൾ കല്ലുകൾ പറക്കി ട്രെയിനിന് നേരെ വരുന്നവർക്ക് നേരെ എറിയാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റേ പാളത്തിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്തു പോയി. ആ ഗ്യാപ്പിൽ ഞാനും അവളും ട്രെയിനിൽ നിന്നും വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്തു. ട്രെയിൻ പാസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കയറിയ ട്രെയിൻ വേഗം കൂട്ടി. ഞങ്ങൾ ഈ ട്രെയിനിൽ കയറിയത് പാർട്ടിക്കാർക്കറിയാവുന്ന കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ ചിലപ്പോൾ നമ്മളെയും കാത്തവർ നിൽപ്പുണ്ടാവും. ഞാൻ അടുത്ത സ്റ്റേഷൻ എത്തും മുമ്പേ തന്നെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. എങ്ങോട്ടാ? ട്രെയിനിൽ നിന്നിറങ്ങി അവളുടെ കൈ പിടിച്ച് ഓടുന്നതിനിടയിൽ അവൾ ചോദിച്ചു, നീ വാ, ഒരു സ്ഥലമുണ്ട്. സ്റ്റേഷൻ പുറമ്പോക്കിൽ പാർക്ക് ചെയ്തിരുന്നൊരു വണ്ടി കുത്തി തുറന്ന് വയറ് സ്പർക്ക് ചെയ്തു. വാ, പെട്ടെന്ന് കയറ്. വണ്ടി സ്റ്റാർട്ടായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ മോഷണവും വശമുണ്ടോ എൻ്റെ പൊന്നാങ്ങളയ്ക്ക്? കാറിൽ കയറുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചു. ഞാൻ വണ്ടി ഓടിച്ചു പോയത് കേരള കർണാടക ബോർഡറിലെ ഒരു കുന്നിൻ മുകളിലുള്ള എൻ്റെ ഒരു ഒളിവ് കേന്ദ്രത്തിലേക്കാണ്. ഓടിട്ടൊരു ചെറിയ വീട്. പാർട്ടി ഓഫീസിലെ പ്രശ്നത്തിന് ശേഷം പാർട്ടിക്കാർക്ക് പോലും അറിയാത്ത ഈ വീട്ടിലേക്കാണ് ഞാൻ ഒളിവിലാവുമ്പോൾ വരുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരനായ ഒരു പഴയ പാർട്ടിക്കാരൻ പറഞ്ഞു തന്നതാണ്. ഞാനും അവളും ആ വീടിനുള്ളിലേക്ക് കയറി.
ഒരു മുറിയും ചെറിയ കിച്ചനും മാത്രമുള്ള മുറിയിൽ ഒരു മൂലയിൽ ഒരു പായ ചുരുട്ടി വെച്ചിട്ടുണ്ട്. നീ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഡി, അടുക്കളയിൽ എന്തേലും ഉണ്ടോ എന്ന് നോക്ക്, അരി കാണും. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്മ മരിച്ചത് മുതൽ ഒന്നും കഴിച്ചിരുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി നിന്നതേ ഉള്ളൂ. ഞാൻ അടുക്കളയിൽ കയറി കലത്തിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്ത്, കുടിക്ക്. അവളത് കയ്യിൽ വാങ്ങി ഭിത്തിയിൽ ചാരി നിലത്തിരുന്നു. ഞാൻ അവിടെ ഇരുന്നൊരു കാലി ഗ്ലാസുമായി വാതിലിനും കഴുക്കോലിനും ഇടയിലിരുന്നൊരു കുപ്പി എടുത്ത് നിലത്തിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊണ്ടുവന്നതാ. കുപ്പിക്കടിയിൽ കുറച്ച് മദ്യം ഉണ്ടായിരുന്നു. ഞാൻ കുപ്പി തുറന്ന് കുറച്ച് ആ ഗ്ലാസ്സിലൊഴിച്ചു. നീ എന്തായി കാണിക്കുന്നേ? ഈ സമയത്ത് ഇരുന്ന് മദ്യപിക്കാൻ പോവുകയാണോ? ഡി, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. നീ കള്ളും കുടിച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി കൊല്ലാൻ നടന്നതിനാ ഞാനീ അനുഭവിക്കുന്നത്. ഡി, ഞാനല്ല അവനെ കൊന്നത്. അതെൻ്റെ മണ്ടയിൽ വെച്ച് തന്നതാ. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പൊക്കോളാന്ന്. ഞാൻ അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. വെറുതെ നീ കൂടി ഇതിൽ. ഞാനില്ലായിരുന്നെങ്കിൽ അവർ നിന്നെ വളഞ്ഞിട്ട് വിട്ടിയേനെ. നിന്നെ കണക്കല്ല ഞാൻ. കൂടപ്പിറപ്പിനെ അറിഞ്ഞുകൊണ്ട് മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതാ ഞാൻ ചെയ്ത കുറ്റം. അതിന് നീ ആശാൻ്റെ മോനെ കൊന്നതെന്തിനാ? ഇനി എന്താ സംഭവിക്കുകയെന്നറിയാവോ? ഒന്നെങ്കിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും. ആ സമയത്ത് ആരാ എന്താന്ന് നോക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഈ പറയുന്ന ആശാന് വേണ്ടിയല്ലേ നീ കൊല്ലാനും ചാവാനും നടന്നത്? അവർ നിന്നോട് അതിൻ്റെ ദയ വല്ലതും ചെയ്തോ? ഡി, പറ്റിപ്പോയി. നാളെ രാവിലെ തന്നെ നമുക്കിവിടെ ഒന്ന് പോകാം. കാടിനുള്ളിൽ കൂടി ഒരു വഴിയുണ്ട്. എങ്ങോട്ട് പോകാൻ? എനിക്ക് വയ്യ ഇനി ഓടാൻ. പിന്നെ ഞാൻ ഇപ്പോഴത്തെ പരപരപ്പിൽ ചെയ്തതാണെങ്കിലും ഞാൻ കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ പാപം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകും? ഞാൻ പോലീസിൽ സറണ്ടർ ചെയ്യാം. 10-14 കൊല്ലം കഴിഞ്ഞാൽ പുറത്തിറങ്ങാമല്ലോ. മോളെ, പോലീസിൽ പോകുന്ന സേഫ് അല്ല. അവർ നിന്നെ കൊല്ലും. പോലീസ് തന്നെ ചിലപ്പോൾ അവർക്ക് നിന്നെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ജയിലിൽ വെച്ച്. കുഴപ്പമില്ല, എനിക്ക് വയ്യ ഇനി ഓടി ഒളിക്കാൻ. അതുമല്ല, അകത്ത് പോയാലും പുറത്ത് നിന്നാലും എൻ്റെ ജീവിതമൊക്കെ എന്നേ നശിച്ചു. നീ അങ്ങനെ പറയാതെ മോളെ. നിന്നെ ഞാൻ നോക്കും. നമുക്ക് ആദ്യം കേരളത്തിന് പുറത്ത് കിടക്കാം. ബംഗാളിൽ എനിക്ക് കുറച്ച് പരിചയക്കാരുണ്ട്. അവിടെ നിന്ന് നേപ്പാൾ പോകാം. എങ്ങനെ നോക്കും? സ്വന്തം നാട്ടിലായിരുന്നപ്പോൾ പോലും നീ ഒന്നും ചെയ്തിട്ടില്ല, പിന്നല്ലേ നേപ്പാൾ? എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് നല്ല നിലയിലായി. പിന്നിപ്പോൾ പലർക്കും ഫാമിലിയുമായി. മോളെ, ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. ആദ്യം നമുക്ക് സേഫായിട്ട് കുറച്ച് നാൾ മാറി നിൽക്കാം. പിന്നെ ജോലിയോ കല്യാണമോ എന്താന്ന് വെച്ചാൽ ഞാൻ നടത്തിത്തരാം. കല്യാണമോ? അതൊക്കെ ഞാൻ എന്നേ മറന്ന കാര്യങ്ങളാ. നാട്ടിൽ തല്ലും കുടിയും കൊല്ലും കൊലയുമായി നടക്കുന്നവൻ്റെ പെങ്ങളെ നോക്കാൻ പോലും പലർക്ക് പേടിയായിരുന്നു. അതും മറികടന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചവനെ നീ തല്ലി ഓടിച്ചില്ലേ? മോളെ, നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമായിരുന്നോ? എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അതിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ? മുമ്പ് ഗുണ്ടയുടെ പെങ്ങള്, ഇപ്പോൾ കൊലക്കേസ് പ്രതി. എന്നെയൊക്കെ ഇനി ആര് കെട്ടാനാ? മോളെ, നമുക്കെല്ലാം ശരിയാക്കാം. എനിക്കെന്തോ വല്ലാത്ത സങ്കടം വന്നു. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച മദ്യം വെള്ളം ഒഴിക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. എന്ത് ശരിയാക്കാം? നിനക്കൊന്നിനും പറ്റില്ല. നീ കാരണം സ്വന്തം അമ്മ പോലും ചങ്കുപൊട്ടി മരിച്ചില്ലേ? എന്നെ കൊലയാളിയാക്കിയില്ലേ? അവൾ തല വെപ്പിച്ചുകൊണ്ട് വായിലൂടെ ശ്വാസം വിട്ടു. ഞാനത് കണ്ട് ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിക്കാനാഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും മദ്യം തട്ടിപ്പറിച്ചുകൊണ്ട് ആ കുപ്പിയിലെ മദ്യം മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു. എന്ത് കാര്യത്തെ ഈ വാട്ടവെള്ളം കുടിക്കുന്നത്? ഇത് കുടിച്ചാൽ ബോധം പോണേ പോട്ടെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവൾ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. എനിക്ക് അവൾ പറഞ്ഞ കാര്യങ്ങൾ വല്ലാതെ മനസ്സിൽ തറച്ചു. അമ്മയുടെ മരണം, പിന്നെ എൻ്റെ അനിയത്തിയുടെ യൗവനം, ഇതെല്ലാം ഞാൻ കാരണമാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു. അതോടൊപ്പം എൻ്റെ തലയിലും മദ്യലഹരി കയറി വന്നു. അവൻ നോക്കുമ്പോലും എങ്ങനെ നോക്കാനാണ്? ഒരു പെണ്ണിന് എന്തൊക്കെ ആവശ്യങ്ങളും ആശകളും ഉണ്ടെന്ന് ഇവൻ എങ്ങനെ അറിയാം?
ഞാൻ നോക്കാം മോളെ, നിൻ്റെ എന്താവശ്യവും എന്താഗ്രഹവും ഞാൻ നടത്തും. എന്താഗ്രഹവും? ഒരു കൂടപ്പിറപ്പിന് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട് ഒരാളുടെ ലൈഫിൽ. അച്ഛനൊരു റോള്, സഹോദരനൊരു റോള്, അമ്മയ്ക്കൊരു റോള്, ഭർത്താവിനൊരു റോള്. നീ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. നീ പറ മോളെ. നിനക്കൊന്നും പറ്റില്ലടാ. പറ്റും. പറ്റില്ല. പറ്റുവടി. ഞാൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് എൻ്റെ മേലെ ഇട്ടുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് മുഖം എൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടെ ഒരു പെരുപ്പ് തുടങ്ങി ശരീരം മൊത്തം അത് വ്യാപിച്ചു. ഒരു നിമിഷം എൻ്റെ കെട്ടിറങ്ങിയതുപോലെ എനിക്ക് സ്ഥലകാലബോധം വന്നു. ഞാൻ പിന്നിലോട്ട് മാറിയിരുന്നു. പക്ഷെ അവൾ പെട്ടെന്ന് എൻ്റെ മടിയിലേക്ക് കയറിയിരുന്ന് എന്നെ ചുംബിക്കാൻ തുടങ്ങി. എൻ്റെ ഞരമ്പുകളിലെ മദ്യം ബാഷ്പമായി പോയി. പിന്നെ കാമത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു. കീ കീ കീ. ഏതോ വണ്ടിയുടെ നീട്ടിയുള്ള ഹോണടി കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം ജനലിൽ കൂടെ റൂമിൽ മൊത്തം പടർന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന പെങ്ങളും എണീറ്റ് കണ്ണ് തിരുമ്മി. ഞങ്ങൾ രണ്ടുപേരും പിറന്നപടി കിടക്കുകയായിരുന്നു. ഞാൻ അവളുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണടിച്ചുവെങ്കിലും പെട്ടെന്ന് തല വെട്ടിച്ച് എൻ്റെ മുണ്ട് ഞാൻ തപ്പിയെടുത്തുടുത്തു. അവളുടെ ഡ്രസ്സെടുത്ത് അവളുടെ മേലെ ഇട്ടു. പെട്ടെന്നിതിട്ട് ആരോ പുറത്തുണ്ട്. ഞാൻ ജനൽ പതുക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തൊരു ജീപ്പ് ഇരപ്പിച്ച് നിർത്തിയിരുന്നു. കുറച്ചു നേരം ആ ജീപ്പ് ഹോൺ അടിക്കുകയും ഇരപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞത് റിവേഴ്സ് എടുത്ത് കുന്നിറങ്ങിപ്പോയി. ഡീ പെട്ടെന്ന് വാ. ഞാൻ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വാതിൽ തുറന്ന് കാറിലേക്ക് ഓടി. വണ്ടിയിൽ കയറിയ ഉടനെ ഞാൻ കാടിനുള്ളിലേക്ക് കാറ് കയറ്റി ലക്ഷ്യമില്ലാതെ യാത്ര തുടർന്ന്. ഇതിനിടയിൽ ഞാനോ അവളോ ഒന്നും മിണ്ടിയില്ല. എനിക്ക് കുറ്റബോധവും സങ്കടവും ഒരുമിച്ച് വന്നു. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് നൂല് പോലെ ഒലിച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ചെവിയിൽ തട്ടി അത് കാറിനുള്ളിൽ ലയിച്ചു. അവൾ ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു. പുലർച്ചെ കർണാടകയിൽ ഏതോ ടൗണിൽ കാറ് നിർത്തി. ഇറങ്ങ്. ഇവിടെയോ? ഈ വണ്ടി ഇനി ഉപയോഗിക്കുന്ന റിസ്ക്കാ. നമുക്കിതിവിടെ ഉപേക്ഷിക്കാം. പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങാം. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ? പിന്നെ ബാക്കി നമുക്ക് നോക്കാം. ഞാൻ അവളുടെ മുഖത്ത് നോക്കാതെയാണ് സംസാരിച്ചത്. എനിക്ക് അവളുടെ മുഖത്ത് നോക്കാനായില്ല. പിന്നെ ഞങ്ങൾ പരസ്പരം വേറെ ഒന്നും സംസാരിച്ചില്ല. ജീവനും കൊണ്ട് ഓടുന്നതിനിടയ്ക്ക് മറ്റ് കാര്യങ്ങൾ ചിന്തിച്ചില്ല. അവളുടെ ജീവൻ രക്ഷിക്കണം. എനിക്ക് ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ കൽക്കട്ടയിൽ പോകാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ട്രെയിനിൽ ചില പരിചയമുള്ള മുഖങ്ങൾ കണ്ടതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ ഓട്ടോയിലും കാറിലും ബസ്സിലുമായി അലച്ചിലായിരുന്നു. ഒരു റിസ്ക്കും എടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഇതിനിടയ്ക്ക് അവളോട് ഞാൻ നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞു. അവൾ അത് മൂളിക്കേൾക്കും. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു പൊക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഗ്രാമപ്രദേശത്തു കൂടി മാത്രം യാത്ര ചെയ്ത് ഒരു ദിവസത്തിൽ കൂടുതൽ എവിടെയും തങ്ങിയില്ല. എത്ര നാളിങ്ങനെ ഓടും? നമുക്ക് കുറച്ച് ദിവസം എവിടെയെങ്കിലും നിൽക്കാം. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു. എവിടെ നിൽക്കാൻ? ഇത്രയും ദിവസം ആയില്ലേ ഇങ്ങനെ അലയുന്നു. അവർ ചിലപ്പോൾ നമ്മളെ നോക്കുന്നത് നിർത്തിക്കാണും. നമ്മളുടെ മരണം ഉറപ്പാക്കാതെ അവരിത് നിർത്തില്ല. വഴിയിൽ കാണുന്ന വർക്ക്ഷോപ്പുകളിൽ പണിയെടുത്തും മാർക്കറ്റുകളിലും കൃഷിയിടങ്ങളിലും ചുമടെടുത്തും ദിവസവേതനത്തിനായി ചില ഫാക്ടറിക്ക് മുന്നിൽ ക്യൂ നിന്നും ഞാൻ ചിലവിനുള്ള കാശ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. അവളെ സ്ത്രീകളുള്ള ഗ്രാമീണ വീടുകളിലും ചെറിയ ലോഡ്ജുകളിലും പിന്നെ ലേഡീസ് ഹോസ്റ്റൽ ഉള്ളിടത്തും ഞാൻ അന്തിയുറക്കി. ഞാൻ അവളെ ആക്കുന്നതിന് പരിസരത്ത് മരത്തിനടിയിലോ റൂമിന് പുറത്തോ ഒക്കെയായി താമസിച്ചു. ഒരു ദിവസം പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടിയില്ല. ഞാൻ അവളെയും കൊണ്ട് അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനത്തിന് പോയി. ഫുഡ് കഴിച്ച് അവൾ നിർത്താതെ ഛർദ്ദിക്കാൻ തുടങ്ങി. വയറ്റി പിടിക്കാത്ത ആവും. നീ ഇവിടെ ഇരിക്ക്, ഞാൻ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് തന്നെയാണ്. പക്ഷെ ഇന്ന് പോണ്ട. ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഈ ക്ഷേത്രം ഇപ്പോൾ അടയ്ക്കും. പിന്നെ ഇവിടെ ആരും കാണില്ല. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇനി എന്ത് കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കും. ക്ഷേത്രത്തിൽ നിന്നും പോകുന്ന സ്ത്രീകൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളെ നോക്കിയിട്ട് ക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ട്
എന്തോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ, അതാ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞത്. കയ്യിൽ പൈസയുണ്ടോ? പൈസ ഒപ്പിക്കാം. ഇതാണോ എന്നെ പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞത്? നീ ഈ സമയത്ത് ഇതുപോലെ പറയല്ലേ, നമുക്ക് വകുപ്പുണ്ടാക്കാം, നീ വാ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് പൈസ കെട്ടിവെച്ച് പോകാം. നല്ല ബില്ല് വരും, ചിലപ്പോൾ സ്കാനിങ് ഒക്കെ എടുക്കേണ്ടി വരും. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്ക് എന്താ അസുഖം? ടാ പൊട്ടാ, നീ അന്ന് രാത്രി എൻ്റെ ദേഹത്ത് കയറി മറിഞ്ഞത് എൻ്റെ വയറ്റിൽ പിടിച്ചതാ. എന്താ? ഇവനെക്കൊണ്ട്. എടാ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നെന്ന് ഒന്ന് കൺഫേം ചെയ്യണം. എൻ്റെ തലയിൽ എന്തോ വന്നടിച്ചതുപോലെ തോന്നി എനിക്ക്. അന്ന് രാത്രി നടന്ന കാര്യം ഞാൻ മറന്നു വരികയായിരുന്നു. എൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ധൃതിയില്ല, നാളെയോ മറ്റന്നാളോ പോകാം. ഇല്ല, പെട്ടെന്ന് തന്നെ പോകാം. നമുക്ക് അബോർട്ട് ചെയ്യാം. അന്ന് എന്തോ അങ്ങനെ സംഭവിച്ചു. നിന്നോട് ക്ഷമ പറഞ്ഞാൽ അല്ല, അതിലും വലിയ പാപിയാ ഞാൻ. അബോർട്ട് ചെയ്യാനോ? നിനക്ക് ആളുകളുടെ ജീവൻ എടുക്കുന്ന വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ ഒരു ജീവൻ എൻ്റെ കൈകൊണ്ട് പൊലിഞ്ഞത് പിന്നെ ഞാൻ നേരെ ചൊവ്വെ ഉറങ്ങിയിട്ടില്ല. ഈ ഒരു പാപം കൂടെ നീ എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. 2 ദിവസം കഴിഞ്ഞു. അടുത്തുള്ള സിറ്റിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ അവളെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവൾ എന്നെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഫോം ഫില്ല് ചെയ്ത് നേഴ്സ് അവിടെ നിന്ന് മാറിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, പിന്നെ ഇത് ആരുടെ കുഞ്ഞാണെന്ന് ഞാൻ പറയണം? പിഴച്ചുണ്ടായതാണെന്നോ? ഞാൻ അബോർഷൻ ചെയ്യാമെന്ന് പറഞ്ഞത് മുതൽ നിർവികാരതയിൽ എന്നോട് സംസാരിച്ചിരുന്നവൾ ഇപ്പോൾ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അവളോട് എന്ത് പറയണമെന്നെനിക്കറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ അവൾക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററുകളിലാക്കി രാപ്പകൽ ഉറക്കമില്ലാതെ അധ്വാനിച്ചു. റെസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്ത് അധിക നാൾ നിൽക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ കൽക്കട്ടയിലെത്തി. അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ തന്ന അഡ്രസ്സിൽ ചെന്ന് പഴയ ഒരു ആക്ടിവിസ്റ്റിനെ കണ്ടു. ചെറിയ നെക്സൽ ബന്ധമുള്ള അയാളോട് ഞങ്ങൾ ഒളിച്ചോടി വന്നവരാണെന്ന് പറഞ്ഞു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അവളുടെ വീട്ടുകാർ കൊല്ലാൻ നടക്കുകയാണെന്നും കള്ളം പറഞ്ഞു. അയാൾക്ക് ഞങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായെങ്കിലും അവളുടെ അവസ്ഥ കണ്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. നോർത്ത് ഈസ്റ്റിലെ ഒരു ഗ്രാമത്തിൽ അവരുടെ ആളുകളുണ്ടെന്നും അവിടെ ഗ്രാമീണരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനും ആളെ വേണം. പക്ഷെ ശമ്പളം തരാൻ കഴിയില്ല, താമസവും ഭക്ഷണവും തരാം, പിന്നെ പ്രസവ സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നും പറഞ്ഞു. എനിക്ക് ഹിന്ദി അറിയാം, ഞാൻ പഠിപ്പിക്കാം. എൻ്റെ പെങ്ങളാണ് ചാടിക്കേറി പറഞ്ഞത്. ഞാൻ അവളെ ഒന്ന് നോക്കിയതേയുള്ളൂ. പിന്നെയും 2 ദിവസം എടുത്താണ് ഞാനും അവളും അയാൾ പറഞ്ഞ ഗ്രാമത്തിലെത്തിയത്. അവിടെ ഞങ്ങൾക്കൊരു കുടിലും അതിനോട് ചേർന്നൊരു ഷെഡ് പോലെ ആളുകളെ പഠിപ്പിക്കുന്ന സ്ഥലവും ഉണ്ടായിരുന്നു. അവിടെയുള്ള സ്ത്രീകൾ എൻ്റെ പത്നിയെ നല്ലതുപോലെ ശുശ്രൂഷിച്ചു. ഞാൻ അവിടെയുള്ള ആളുകളുടെ കൂടെ കൂടി കൃഷിയും മറ്റും ചെയ്തു. ഒരു ദിവസം രാത്രി അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് അവിടെയുള്ള സ്ത്രീകൾ ഓടി ഞങ്ങളുടെ കുടിലിൽ വന്നു. എന്നെ അവിടെ നിന്നും പുറത്താക്കി. കുറച്ച് കഴിഞ്ഞൊരു സ്ത്രീ എന്നെ അകത്തേക്ക് വിളിച്ചു. ഞാൻ കുടിലെത്തുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. എൻ്റെ മനസ്സ് കുളിരണിഞ്ഞു. ഒരാൺകുഞ്ഞായിരുന്നു അത്. അവനെ എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നപ്പോൾ എന്ത് ഫീലിംഗ് ആണ് എനിക്കുണ്ടായതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ ജനനശേഷം എൻ്റെ പാതി കുറച്ച് സന്തോഷത്തിലായിരുന്നു കാണപ്പെട്ടത്. പക്ഷേ എന്നോട് അവൾ അപ്പോഴും ഒരു അകലം പാലിച്ചു. ഞാൻ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുമ്പോഴെല്ലാം അവൾ അവനെ എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു കൊണ്ടുപോകും. ഇവനെയല്ലേ നീ കൊല്ലണമെന്ന് പറഞ്ഞത്? എടി, ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ കുഞ്ഞുമായി പോകും. അവിടെ ആ ഗ്രാമത്തിലുള്ളവരുടെ മുന്നിൽ ഞാനും അവളും ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ ഞങ്ങളെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ കണ്ടിട്ടില്ല. ചിലപ്പോൾ നഗരത്തിൽ നിന്നും വരുന്നവർ അങ്ങനെ ആയിരിക്കുമെന്നവർ കരുതി കാണും. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ കൃഷിയിടത്തിൽ നിന്നും വരുമ്പോൾ അവളൊരു പത്രം എടുത്ത് എൻ്റെ നേരെ നീട്ടി. ഞാനത് മറിച്ചു നോക്കി. കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ആശാൻ മരണപ്പെട്ടു. അതെ, ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഇല്ലാതായിരിക്കുന്നു.
അപ്പോൾ ഇതൊരു ചെറിയ കുട്ടി സ്റ്റോറി ആയിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. നമുക്കിത് വേറെ ഭാഗങ്ങളൊന്നും ടെലഗ്രാമിലൊന്നും തൽക്കാലം ഒന്നുമില്ല. അപ്പം സ്റ്റോറി എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.